അമ്മേ അമ്മേ എന്തെടുക്കണേ? ഇതിൻ്റെ ഉള്ളിലൊരു കിളിക്കൂടുണ്ട്. നമ്മുടെ ഇതിൻ്റെ ഈ വള്ളിക്കൂടിൻ്റെ ഉള്ളിലൊരു കിളിക്കൂടുണ്ട്. എന്താ നോക്കട്ടെ. എവിടെ എവിടെ? പയ്യ മീൻ്റെ തൈറ്റങ്ങൾ മുട്ടിടാൻ വേണ്ടി വന്നേക്കെന്താണ് ഇതിൻ്റെ ഉള്ളിൽ. അപ്പൊ ചങ്കകളെ നമ്മുടെ ഈ ശംഖുപുഷ്പം ഞാൻ വെച്ചിട്ട് ഇപ്പൊ നന്നായിട്ട് പന്തലിച്ച് നമ്മുടെ ശംഖുപുഷ്പം പന്തലിച്ച് നിൽക്കണുണ്ട്. അടിപൊളിയായിട്ട് സൂപ്പറായിട്ട് പന്തലിച്ച് നിറച്ചും പൂവുണ്ട്. ശംഖുപുഷ്പം നിറച്ചും പൂക്കളാണ്. അപ്പൊ അതിൻ്റെ ഉള്ളിൽ ഒരു കുഞ്ഞ് കിളി കൂടിയിട്ടുണ്ട്. മറ്റേ നമ്മുടെ എന്തിട്ട് ഒരു തരം കുഞ്ഞ് ഇങ്ങനെ കൊക്കൊക്കെ നിന്നിട്ട് കുഞ്ഞു കുരുവില്ലേ, കുഞ്ഞിത് അടക്കാക്കുരുവി, അതന്നെ അടക്കാക്കുരുവി. അടക്കാക്കുരുവി ഇതിൻ്റെ കൂട് കൂടിയിട്ടേ മുട്ടയിടുന്നു തോന്നട്ടാ. അപ്പൊ കിരികിരിന്ന് ഇങ്ങനെ മുട്ട വിരിഞ്ഞ് കുഞ്ഞ് കിളികളുണ്ടെന്ന് തോന്നുന്നു. കാണിച്ചിട്ട് ഞാൻ വന്നത് കാണാൻ പറ്റുമോ? ഉള്ളിൽ ഉള്ളി കണ്ട ഐറ്റങ്ങൾ പറന്നു എന്തേ കണ്ട 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 ഐറ്റങ്ങൾ നമ്മളൈറ്റങ്ങളെ തൊട്ട് കഴിഞ്ഞാൽ പറന്നു. ചിലപ്പോൾ മുട്ടിട്ടുണ്ടെന്ന് അറിയില്ല. അപ്പോൾ ചിലപ്പോൾ പറന്നു പോകുക. അത് കാരണം നമുക്ക് മിണ്ടാണ്ട് ഇങ്ങനെ വെച്ചേക്കാണ് ഞാൻ. എൻ്റെ പൂച്ച കുഞ്ഞുങ്ങളാണെങ്കിൽ ഉണ്ടല്ല, ഇതിറ്റങ്ങളെ കണ്ടു കഴിഞ്ഞാൽ ഇത് ഇവിടെ വന്നിരുന്നിട്ട് ചാട്ടമാണ്. ആ കിളി ഇടയ്ക്കിട്ട് വന്നിട്ട് തീറ്റ എന്തിട്ടെങ്ങാണ്ട് കൊണ്ടുകൊടുക്കാൻ തീറ്റ കൊടുക്കാനായിരിക്കും. പുറത്ത് പോയിട്ട് ഇങ്ങോട്ട് വരും. വന്നുകൊണ്ട് ഈ കിളിയുടെ അടുത്തേക്ക് തീറ്റ കൊടുക്കാൻ വന്ന് കയറുമ്പോഴേക്കും എൻ്റെ തക്കുടും കുഞ്ഞിനൊക്കെ ചാടും ഇതിനെ പിടിക്കാനായിട്ട് ഇവിടെ നിന്നിട്ട്. എന്നിട്ട് ഓടിക്കും ഞാൻ ഐറ്റങ്ങൾ ഭയങ്കര സാധനങ്ങളെ കിളീനെ പിടിക്കാനായിട്ട്. എനിക്ക് അതാണ് ടെൻഷൻ. അങ്ങനെ ഇതുമ്പോൾ കൂടെ വലിഞ്ഞ് കയറുമെന്നുള്ളത്. കണ്ട നല്ല വെങ്ങില് പൂവുണ്ടായിക്കണിട്ട് നിറച്ച് സന്തോഷം. ആ എന്തിയേ കറ്റാർവാഴ മുറിച്ചോ? ഒരു വ്ളോഗ് ചെയ്യാൻ സമ്മതിക്കില്ല. അവിടെ കറ്റാർവാഴ മുറിക്കാനായിട്ട് വന്നേക്കുന്നത്. എനിക്ക് എൻ്റെ ഇതുമ്മ പൂവിട്ട് എനിക്ക് കടലാസ് റോസ് കളർ കടലാസ് റോസ് ഇട്ടാ അതും പൂവിട്ട് വരുന്നുണ്ട്. വളരെ അത് ഭയങ്കര ഉണ്ട്. നല്ല ഭംഗിയിലായിട്ട് റോസ് കളറാണ്. അത് ഞാൻ എവിടെന്നോ വഴിയരികുന്ന എവിടെന്നോ പറിച്ചത്. പിന്നെ എനിക്ക് എൻ്റെ ഇട്ടാമിപ്പൂ കണ്ട് ഇത് കണ്ട. ഇതിന് ഞങ്ങളിവിടെ ഇട്ടാമിപ്പൂ ദേ വന്നിട്ട് പൊന്നെ കണ്ട. ഇതിന് ഇട്ടാമിപ്പൂ എന്നാ പറയാ. കണ്ട നല്ല ഭംഗി, നല്ല രസമില്ല. വയലറ്റ് കളർ നല്ല ഭംഗിയുണ്ടല്ലോ, പർപ്പിൾ കളറ്. ഇത് പിന്നെ ഇതെന്ത് കളറൊന്നും എനിക്ക് അറിയത്തില്ല കേട്ടോ. കടലാസ് റോസ് ഇത് ഞാൻ എവിടെയോ വഴി വയ്ക്കിന്ന് ഇങ്ങനെ മതിലിൻ്റെ അവിടെ നിന്ന് പുറത്തുനിന്ന് ഇങ്ങനെ ഒടിച്ചു കൊണ്ടുവന്നാണ് ഏതൊരു വീടിൻ്റെ. അപ്പോൾ ഇത് എന്തൊരു കളറെന്ന് അറിയില്ല. എൻ്റെ ഒരു ഇത് ഊഹ ശരിയാണെങ്കിൽ പർപ്പിൾ കളറായിരിക്കുള്ളൂ. പിന്നെ നമ്മളിത് ഈ സൈഡിൽ നിർത്തിയേക്കുന്നത് ഇത് വലിയതായിട്ടുണ്ട്. ഇത് ഞാനിവിടെ നിർത്താൻ ഇത് 2 കളറുണ്ട്. ഇത് മണ്ണുത്തിന്ന് വാങ്ങിച്ചതാണ്. മണ്ണുത്തിന്ന് ഞാൻ പോയി പ്രാവശ്യം വാങ്ങിച്ചത് 2 കളർ, വൈറ്റും പിന്നെ റോസും കൂടിയിട്ടുള്ള ഡബിൾ കളറാണ് ഇട്ടത്. അപ്പോൾ ഇത് ഞാനെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് ഒരു ആർച്ച് പോലെ 2 സൈഡിലും വെച്ചിട്ട് ആർച്ച് പോലെ അങ്ങനെ ആക്കാൻ വേണ്ടിക്കുന്നത് വളർത്തുന്നത്. ഇത് ശരി പറ്റുമെന്ന് അറിയില്ല. എൻ്റെ ഒരു ആഗ്രഹമാണ് ഇങ്ങനെ ആർച്ച് പോലെ ബോഗൺവില്ല വെക്കണം എന്നുള്ളത്. അപ്പം അവിടെ പമ്മ വിളിക്കുന്നുണ്ട്. അവള് കറ്റാർവാഴ വെട്ടാനായിട്ട് പോയി. അപ്പം എൻ്റെ ചെറിയ ഗാർഡനൊക്കെ കാണിച്ചിരുന്നു. ഇതൊക്കെ കിച്ചുവിൻ്റെ പണിയാണ്. ഇവിടുത്തെ ഗാർഡൻ്റെ വനമാക്കിയെടുത്ത് ഈ ഒരു സൈഡ് വനമാക്കിയെടുത്ത് ഇവിടെ ചെടികളൊക്കെ കുറച്ച് ചെടികൾ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ കിച്ചു വന്നോട് കൂടി കിച്ചു ആകെ മാറ്റി. ഇവിടെ മൊത്തം നല്ലൊരു പച്ചപ്പും നല്ല പൂക്കളും ചെടികളൊക്കെ നിറച്ചാണ്. അതിന്റെ ഒക്കെ ക്രെഡിറ്റ് കിച്ചനാണല്ലേ. ഇത് ഇതുപോലെ കണ്ടത് ഇപ്പൊ മറ്റേ മഞ്ഞ കോളാമ്പില് കുഞ്ഞു കുരുന്ന കോളാമ്പി ആ ചെടി ഉണ്ടാ. ഞാൻ ഈ സൈഡിലൊക്കെ ചെടി നടാൻ പറ്റുന്ന പോലും വിചാരിച്ചില്ല. അപ്പൊ ഈ കറ്റാർവാഴ കിച്ചു നട്ട കറ്റാർവാഴയാണിത്. അടിയിൽ തല്ലി ഇവിടെ എന്തൊക്കെ നല്ല മൂത്തിക്കണത് മുഖത്തൊക്കെ ഇടാൻ നല്ല തലയിലൊക്കെ ഇടാനായിട്ട്. നമ്മുടെ വീട്ടില് കറ്റാർവാഴ ഉണ്ടായിട്ട് ഇവിടെ ആങ്ങളിടാറാണ്ട് ഇവര് പുറത്തുനിന്ന് ജെല്ല് കറ്റാർവാഴയുടെ ജെല്ല് പുറത്തുനിന്ന് പൈസ കൊടുത്ത് വാങ്ങിക്കണത്. അതുകൂടി മുറിച്ചരാം. നമ്മുടെ അല്ല ഇത് വെള്ളം അതിന്റെ വെള്ളം അതല്ലേ ഫ്രിഡ്ജിൽ വെച്ചിട്ട് കാര്യം നിങ്ങളെ. ഞാനിപ്പോ ഇതെടുക്കോ? എനിക്ക് കൂടി വേണ്ട. അതാ പറഞ്ഞ ഇതിനകത്തുണ്ട്. ആ മുറിച്ചത് കുറച്ച് കയറിപ്പോയി കണ്ട. ഇത് മുറുക്കി ഇതിൽ നിന്നൊരു കഷ്ണം മുറിച്ചിട്ട് ഇവൾക്കൊക്കെ ഇവളുടെ മുഖത്തേക്ക് അരച്ചിട് പപ്പി.
മൂത്തരച്ചിട്ട് നല്ല രസം ഉണ്ടാവും കാണാനായിട്ട്. ഈ കറ്റാർവാഴയുടെ ജെല്ല് നിങ്ങൾ കണ്ടില്ല, നമ്മൾ പൈസ കൊടുത്ത് കടയിൽ നിന്ന് വാങ്ങിക്കണത്. പത്താഹേന്ന് ഇത് പൈസ കൊടുത്ത് ഇത് ജെല്ല് വാങ്ങിക്കേ. ഈ സംഭവം നിങ്ങൾക്ക് ആ പൈസ എടി ഇത് ജെല്ലെടുത്തിട്ട് വെക്കി ഫ്രിഡ്ജില്, അല്ലെങ്കിൽ വാടിപ്പോവും. ജെല്ലെടുത്തിട്ട് ഒരു ബൗളിലാക്കി ഫ്രിഡ്ജിൽ വെക്കി. തൽക്കാലം ഇത് കൊണ്ടടച്ചിട്ട് ഒരു ബൗളിലേക്ക് ജെല്ലാക്കി എടുത്തിട്ട് ചേമ്പാണത്. അപ്പൊ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. ഇവിടെ കാട് കാണാനായിട്ട്, കാട്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഇന്ന് വൈകുന്നേരത്തെ വിശേഷം. അപ്പൊ ഞാൻ കിളിക്കൂട് കാണിക്കാൻ വേണ്ടി കാണാൻ വേണ്ടി ഇറങ്ങിയതാ. എന്തിട്ടാടി തകർത്തവള്, എന്തിട്ടാടി പമ്മ ഒരു പാത്രം എടുത്തിന് അക്കപ്പാടി താഴിട്ടല്ല മോളെ. നീ ഇട്ടതല്ല, വലിച്ചിട്ട് തന്നെ വീണ് തല കറങ്ങി പാത്രത്തിന്. ഇതൊന്ന് ഫ്രിഡ്ജിലേക്കാനാ? അത് ചെയ്യാൻ മടിയായിട്ടില്ല, പണി ചെയ്യാൻ മടിയായിട്ടല്ലേ? അപ്പൊ ഇപ്പോഴത്തേക്കല്ലേ ഇപ്പത് പുറത്ത് വെക്ക, സ്ലാബും വെക്ക അടുക്കളയില്. ആ ലൈറ്റ് ഇട്. ഇങ്ങനെ മടിച്ച് പിള്ളേര് ആ സാധനം ഞാൻ അരിഞ്ഞ അവരെ കൈ കൊടുത്ത് ഇപ്പൊ അത് കൊണ്ട് വെക്കും. ഞാൻ അത് അവിടെ ഇരുന്ന് ഉണങ്ങും, അത് എടുത്ത് ഉപയോഗിക്കില്ല. വലിയ കാര്യത്തിനെ കൊണ്ട് മുറിച്ചേക്കും. ഞാൻ മടിച്ചൊന്നല്ല, ഞാൻ എന്റെ പണിയൊക്കെ ചെയ്തിട്ട് ഞാൻ നിക്കണത്. എപ്പോഴും പറഞ്ഞിട്ട് അമ്മ മടിച്ചേന്ന്. ഞാൻ രാവിലെ എഴുന്നേറ്റ് ചോറും കറിയും എല്ലാം ഞാൻ വെച്ചിട്ടാണ്, ഞാൻ എൻ്റെ പണികളൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഫ്രീ ആവുന്നത്. എന്തിട്ട് ചെയ്യതിനൊക്കെ എന്തേടി എന്തിനാ ഇങ്ങനൊക്കെ പറയണേ? പിന്നെ നിങ്ങ മക്കളെ ഞാൻ പന പോലെ വളർന്ന മക്കളുണ്ടായപ്പോ ഞാൻ വെറുതെ ഇരുന്നൂടെ? ഇനി നിങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ വല്ലയിടത്തൊക്കെ പോയി കഴിഞ്ഞാൽ ജോലിക്ക് പഠിക്കാനൊക്കെ പോയി കഴിഞ്ഞപ്പോ ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടാക്കി തിന്നണ്ടേ അല്ലേ? പെമ്മക്കളാകുമ്പോ ആമക്കളാണെങ്കിൽ ഉണ്ടല്ലോ എന്റെ പൊന്നെ ഉള്ളം കയ്യിലിട്ട് കൊണ്ടുവരുന്നായിരുന്നു അമ്മമാരെ. പെമ്മക്കൾക്ക് ഒരു വിലയില്ല അമ്മമാരെ. എന്റെ അമ്മമാരെ പൊന്നോലെ കൊണ്ടുവരുന്ന ആമക്കളായിരുന്നെങ്കിൽ. 3 പെമ്മക്കളായിട്ട് ഇവർക്ക് ഒരു വിലയില്ല തന്നെ, പറഞ്ഞിട്ട് കാര്യമില്ല. എന്തെങ്കിലും ആവട്ടെ, ഞാൻ വെറുതെ പറഞ്ഞിട്ടോ. പെമ്മക്കൾ നമ്മുടെ ഭാഗ്യം. എൻ്റെ ഉലകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഉലകം ഉയരെല്ലാം എൻ്റെ മക്കളാണ്. ക്യാമറ പിടിക്കുന്ന ക്യാമറമാനത്ത് ഇങ്ങനെ എനിക്ക് എന്തേടി അല്ല സത്യല്ലേ ഞാൻ പറഞ്ഞത്? എന്തോ എന്തേ. അപ്പൊ ഓക്കെ ചങ്കള്, എല്ലാവർക്കും സുഖല്ലേ? എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്ക. അപ്പൊ ഇതാണ് നമ്മുടെ ഒരു ചെറിയൊരു ഈവനിങ് വിശേഷമാണിത്. നമ്മുടെ എന്തത് പൊട്ടം കടിച്ചാ കിട്ടൂന്ന് വിളിക്കും, ടുട്ടൂന്ന് വിളിക്കും, ചക്കൂന്ന് വിളിക്കും. അവനക്ക് സ്ഥായി ആയിട്ടൊരു പേരില്ല അല്ലേ നമ്മുടെ പൊന്നവിടെ? ആ എന്ത് പൂച്ചാണത്? അത് എന്ത് പൂച്ചടി? ബംഗാളി പൂച്ച. ബംഗാളി പൂച്ചയാണത്. അത് ബംഗാളി പൂച്ച വെച്ചിട്ട് ഭയങ്കര ഹൈറ്റിലൊക്കെ ചാടി കയറും. നമ്മുടെ നാടൻ പൂച്ച അല്ലാട്ടോ, അത് ബംഗാളി പൂച്ചയാണത്. അവന്റെ കണ്ണൊക്കെ കിട്ടു ഇവിടെ വെക്കേ, അമ്മേനെ നോക്കിയേ കിട്ടു. കണ്ട അവന്റെ കണ്ണ് മുഖ ഫേസ് ഉണ്ടാ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. അടുത്ത ആള് ഹണ്ടിങ്ങിനുണ്ട് കേട്ടോ. അടുത്ത ആള് എവിടേക്കാണ് തക്കുടു? പ്രാണിനെ പിടിക്കാൻ പ്രാണിനെ ഉരുണ്ട് കിട്ടു മട്ടു എന്ത് പണ്ടായിരുന്നു. നീ കത്തിയുടെ കൊണ്ടുവച്ച. അപ്പൊ ഓക്കെ ഞങ്ങള് നല്ല കയറുണ്ടല്ലോ, ഇത് നമുക്ക് ആവശ്യം വരും അല്ലേ? അപ്പൊ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. എന്റെ പൊന്നുച്ച് ഇപ്പൊ വരും സ്കൂളിട്ട്. അപ്പൊ അവൾക്ക് ചായ എടുക്കാനൊക്കെ പോട്ടെ. നമ്മള് ബണ്ണിരിക്കുന്നുണ്ട്, അത് വെച്ചിട്ട് ചെറിയൊരു ബർഗർ പോലെ ഉണ്ടാക്കി, സോസൊക്കെ ഒഴിച്ച് ചെറിയൊരു സാൻഡ്വിച്ചൊക്കെ പോലെ ഉണ്ടാക്കി എൻ്റെ പപ്പി കൊടുക്കണതായിരിക്കും. പപ്പി ഇത് കഴുകണം കേട്ടോ, ബണ്ണ് മുറിക്കാനായിട്ട് കഴുകണേ. ഇത് മുറിച്ചതല്ലേ. അപ്പോൾ ഓക്കെ ടാറ്റ ബൈ ബൈ ചങ്കളെ. അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പം നിങ്ങളുടെയൊക്കെ സപ്പോർട്ടാണ് നമ്മളെ ഇതുവരെ എത്തിച്ചത്. അപ്പോൾ നമ്മുടെ വലിയ റീച്ചൊന്നും നമ്മുടെ ചാനലിനില്ല, എന്നാലും നിങ്ങളൊക്കെ അതൊന്ന് ഉയർത്തിക്കൊണ്ട് പോകാനായിട്ടൊന്ന് എന്താ പറയുക, എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക. നമ്മുടെ വീഡിയോസൊക്കെ കണ്ട് പെടണമെങ്കിൽ പെട്ടാലും പെട്ടില്ലെങ്കിലും ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും
ഈ പെണ്ണെന്നിട്ട് പറഞ്ഞ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഉണ്ടല്ലോ അവള് എന്നെ ചിരിപ്പിക്കുന്നു ചങ്കളെ. ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അത് റിപ്ലൈ കമന്റിൽ വന്ന് പറയാ എന്താണ് നമ്മുടെ മറ്റേ നമ്മൾ വീഡിയോ ചെയ്യണതിലൊക്കെ എന്തെങ്കിലും അപാകതകളൊക്കെ ഇനി വന്ന് പറയണം കേട്ടോ. അത് നല്ല നമുക്കത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോഴും നമുക്ക് കുറച്ചുകൂടി കൂടുതലായിട്ട് നല്ല രീതിയിൽ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഓക്കെ ചങ്കളെ, ടാറ്റ ബൈ ബൈ, ലവ് യു. ഹായ് ഹായാ.